ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് 32-ാമത്തെ സങ്കീർത്തനമാണ്. കേവലം 11 വചനങ്ങൾ മാത്രം. പാപം ക്ഷമിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ എന്നുള്ളതാണ് സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട്. ഇതൊരു പ്രബോധന സങ്കീർത്തന ഗീതമാണ്. ആരാധനകളിലും ഉപയോഗിക്കുന്ന ഒരു അനുതാപ കീർത്തനമാണിത്. പാപാവസ്ഥയിൽ നിരവധിയായിട്ടുള്ള ക്ലേശം അനുഭവിക്കുന്ന ഒരുവൻ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ ആനന്ദ കീർത്തനം നടത്തുന്നു. അങ്ങനെ വരുമ്പോൾ ഇതൊരു കീർത്തന ഗാനമാണ്. ദൗർഭാഗ്യം അനുഭവിച്ചിരിക്കുന്ന പാപിയായ മനുഷ്യൻ, അവനോട് ദൈവം ക്ഷമിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ അവന് കഴിഞ്ഞു. കർത്താവ് ക്ലേശം അനുഭവിക്കുന്നവനെ തൻ്റെ കരുണ സ്വീകരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയിലേക്ക് എടുക്കപ്പെടുന്ന അവസ്ഥയാണല്ലോ നാം ക്ഷമിക്കപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത്. സങ്കീർത്തനത്തിൻ്റെ അവസാന കേന്ദ്രഭാഗം 5-ാമത്തെ വാക്യമാണ്. പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ അവിടുന്ന് അവയെല്ലാം ക്ഷമിച്ച് രക്ഷയ്ക്കുള്ള വഴി തെളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ സ്വന്തം ജീവിതാവസ്ഥയെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷ അനുഭവിക്കുന്നതിന് എന്നെ ശക്തനാക്കണമേ. ഈശോയെ, തിരുക്കുമാരനിൽ നിന്നും തിരുക്കുരിശിൽ നിന്നും നിർഗളിക്കുന്ന ജീവന്റെ ഉറവയിലേക്ക് നോക്കി എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ മനസ്തപിക്കുന്നു. അവിടുന്ന് എൻ്റെ പാപങ്ങൾ പുറത്ത് എന്നോട് കരുണയുണ്ടായിരിക്കണമേ. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.